ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സെറ്റിംഗ്സിനെ കുറിച്ചും സ്റ്റൈലുകളെ കുറിച്ചാണ്. ആദ്യമായി ന്യൂ ക്ലിക്ക് ചെയ്യുക. 2000 2500 എന്ന അളവിൽ തന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡിലീറ്റ് ആൻഡ് ലോഡ് എന്നൊരു ഓപ്ഷൻ വരും. മുമ്പ് ചെയ്ത വർക്കാണ് നമ്മൾ ഇനി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് ചില ആളുകൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്ന് കാണാൻ കഴിയും. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം മാക്സിമം 3 വർക്കുകളാണ് ഇവിടെ ലോഡ് ആവുക. ഇവിടെ സ്റ്റോർ ചെയ്യാം. മുമ്പ് ചെയ്ത വർക്ക് ഇവിടെ ഉണ്ടാവും. ഏറ്റവും മുകളിലത്തേക്കാണ് നമ്മൾ മുമ്പ് ചെയ്ത വർക്ക്. ഇനി ആ 3 എന്നത് നമുക്ക് 10 വരെ ആക്കാം. ഈ സെറ്റിംഗ്സിൽ പോവാം. 3 എന്നുണ്ടാവുക, അത് 10 എന്നാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇതെല്ലാവരും ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്ന പോസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും ചെയ്തു വെക്കണം. ഏറ്റവും മുകളിലത്തത് ക്ലിക്ക് ചെയ്യാം. റീസ്റ്റോർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിവിടെ ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ നൽകാം. ഇതാണ് മുമ്പ് ചെയ്ത വർക്ക്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ലോക പരിസ്ഥിതി ദിനാശംസകൾ എന്ന് കൊണ്ടുവരികയാണ്. അമർത്തി ലോക പരിസ്ഥിതി ദിന ആശംസകൾ എന്ന് കൊണ്ടുവന്നു എന്ന് ടൈപ്പ് കൊടുത്തു. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ജൂൺ 5 എന്നതിന് കൊടുത്ത അതേ എയ്ത്തിന്റെ കളറും ബാക്ക്ഗ്രൗണ്ടുമാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. നമുക്കിത് മാറ്റം വരുത്തണമെങ്കിൽ സെലക്ട് ചെയ്യാം, എഡിറ്റിലേക്ക് പോവാം. ടെക്സ്റ്റ് എന്നതിലേക്ക് നമ്മൾ എയ്ത്തിന്റെ കളർ മാറ്റാണ്, ബ്ലാക്ക് കൊടുക്കാം, സമം കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ മാറ്റണമെങ്കിൽ ഇതിന്റെ താഴെയുള്ള കപ്പാസിറ്റി ആണ് നമ്മൾ കുറച്ച് വെക്കേണ്ടത്. കുറച്ചിട്ട് വെക്കുക. ഓക്കെ നൽകാം, സമം കൊടുക്കാം, അപ്ലൈ ചെയ്യാം. എയ്ത്തിന്റെ കളർ മാറി, ബാക്ക്ഗ്രൗണ്ട് കളർ മാറി. ഇങ്ങനെയാണുള്ളത്. ഇപ്പോ ഒരൊറ്റ ലൈനാണിത്. ഈ ലൈനിനെ നമുക്ക് 2 ലൈൻ ആക്കണം. ഇത് നമ്മൾ സെലക്ട് ചെയ്യാം, എഡിറ്റിലേക്ക് പോവാം. നമ്മൾ പൊതുവെ ചെയ്യുന്നതാണ്, എവിടെയാണോ നമുക്ക് 2 ലൈൻ ആക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻ്റർ നിൽക്കും. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് പോലെയാണ്. ഒരുപാട് പാരഗ്രാഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു സെറ്റിംഗ്സിൽ ഒരു പരിപാടി ഉണ്ട്. ഇത് സെലക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഒരു റാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 25 എന്നൊക്കെ ഉണ്ടാവുക. റാപ്പ് ആഫ്റ്റർ കോളം എന്നത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അക്ഷരങ്ങൾ എത്ര അക്ഷരങ്ങൾ വരെയാണ് ഒരു ലൈൻ ആക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ ഒരു ആകത്തുക. ഇവിടെ നമുക്കൊരു 10 എന്ന് എഴുതി കൊടുക്കാം. 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുകയാണ്. കേട്ടോ, 2 ലൈനായി. ലോക പരിസ്ഥിതി ദിന ആശംസകൾ. ഇനി നമുക്കിത് ഓരോ വാക്കുകളാക്കണമെങ്കിൽ പറ്റും. എഡിറ്റിലേക്ക് പോവാം. ഈ റാപ്പ് എന്നതിലേക്ക് ഒരു 5 എന്ന് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. കേട്ടോ, ഓരോ വാക്കുകളായി പോകും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇത് ഒഴിവാക്കുകയാണ്. ഈ ശരിയുള്ളത് ക്ലിക്ക് ചെയ്യാം, അത്രമാത്രം ചെയ്താൽ മതി. അപ്ലൈ കൊടുക്കുക. പഴയ സ്ഥിതിയിലേക്ക് തന്നെ ഇത് പോയിട്ടുണ്ട്. നമ്മൾ എഡിറ്റിലേക്ക് തന്നെ പോവാണ്. ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ റാപ്പിന്റെ അപ്പുറത്തൊരു എസ്, അതുപോലെ ടി പ്ലസ്. ഈ എസ് സിംബോളാണ്, സിംബോൾ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് നമ്മുടെ എഴുത്തുകളുടെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളെ എഴുത്തോടൊപ്പം നമുക്ക് ചേർക്കാൻ പറ്റും. രണ്ടാമത്തെ ടി നമുക്ക് ടൈമുകളോ ഡേറ്റുകളൊക്കെ നമ്മൾ എഴുതാതെ തന്നെ നമുക്ക് ഇതൊന്ന് ചേർക്കാൻ പറ്റും. ഇന്നത്തെ ദിവസത്തെ ഡേറ്റ് ആണ് ഉണ്ടാവുക. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഡേറ്റ് ചേർക്കാം, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഇതിന് ഉപകാരമുണ്ട്. രണ്ടാമത്തെ പ്ലസ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത എഴുത്തുകളൊക്കെ അതിലുണ്ടാവും. നമുക്ക് ആ എഴുത്തുകൾ നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ജൂൺ 5 എന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ആ ലോക പരിസ്ഥിതി ദിനാശംസകൾ എന്നത് മാറിയിട്ട് ജൂൺ 5 എന്നതായി. എനിക്ക് ആ ലോക പരിസ്ഥിതി ദിന ആശംസകൾ തന്നെ വേണം. നമ്മൾ പ്ലസ് നിൽക്കുകയാണ്. കണ്ടോ, കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അടുത്ത വീഡിയോ കാണാം.
എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ലോക പരിസ്ഥിതി ദിനാശംസകൾ എന്നത് സെലക്ട് ചെയ്യാം. എഡിറ്റിലേക്ക് പോവാം. ഈ ടെക്സ്റ്റിന്റെ അപ്പുറത്ത് നമുക്കൊരു പ്രോപ്പർട്ടീസ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഏറ്റവും മുകളിൽ കപ്പാസിറ്റി ആണുള്ളത്. ഈ കപ്പാസിറ്റി കൂട്ടുംതോറും എയ്ത്തിന്റെ അതിന്റെ നിറം കൂടി വരും. കുറക്കും തോറും അതിന്റെ നിറം കുറഞ്ഞു വരും. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കണ്ടോ? അപ്പൊ ആ ഒരു എയ്ത്തിന്റെ നിറം ആകെ മങ്ങി, എയ്ത്തിന്റെ നിറം കുറഞ്ഞു വന്നു. വാട്ടർമാർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ കപ്പാസിറ്റിന്റെ ഉപയോഗം. കൂട്ടി തന്നെ വെക്കാം. ഈ ഔട്ട്ലൈൻ, അതുപോലെ നമുക്ക് ഔട്ട്ലൈൻ ഒക്കെ നമുക്കറിയാം. ഔട്ട്ലൈന് അത് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ അത് കുറച്ച് വെക്കാം, ഇവിടെ ആവശ്യമില്ല. മൂന്നാമത്തെ ലെറ്റർ സ്പേസിംഗ് ആണ്. ഓരോ അക്ഷരങ്ങൾ എത്ര വ്യത്യാസം വേണം, ആ ഓരോ അക്ഷരങ്ങൾ തമ്മിൽ എത്ര അകലം വേണം എന്നത് തീരുമാനിക്കാനുള്ളതാണ് ലെറ്റർ സ്പേസിംഗ്. നമുക്ക് ഓരോ അകലം കൂടുതലുമാണെങ്കിൽ കൂട്ടിയിട്ട് വെക്കാം. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ? ഓരോ അക്ഷരങ്ങൾ തമ്മിലും ഓരോ അകലം, ഈ അകലത്തിലുള്ളത് ഒരു നോർമൽ അകലത്തിൽ നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നാലാമത്താണ് ലൈൻ സ്പേസിംഗ്. ഓരോ ലൈന് തമ്മിൽ എത്ര അകലം വേണം, ഓരോ വരികൾ തമ്മിൽ എത്ര അകലം വേണം എന്നുള്ളതാണ്. ഇത് കൂട്ടി വെക്കും തോറും എന്ത് സംഭവിക്കും നോക്കാം. അത് അടുത്ത് വന്നിരിക്കും, ഒരു അകലുമില്ല. ഇത് കുറച്ച് വെക്കണം, അപ്പോഴാണ് അകലം വരിക. ഇത് കുറക്കും തോറും അകലം വന്നുകൊണ്ടിരിക്കും. അതിൽ കാണാൻ സാധിക്കും. ഇതിങ്ങനെ കുറക്കും തോറും അകലം വരും. ഒരു മീഡിയം രീതിയിൽ വെക്കാം. പിന്നെ ഉള്ളത് പാഡിങ്. ഇത് നമുക്ക് ഉപകാരമില്ല. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ അതെല്ലാവരും 0-ലാക്കി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എയ്ത്ത് നമുക്ക് സെന്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത് നിൽക്കുക. ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു എയ്ത്ത് മധ്യത്തിലെത്തും. ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ബി കണ്ടില്ലേ, ബി ഒരു ബോൾഡ് ആക്കാനാണ്, ആ എയ്ത്ത് ഒന്ന് കട്ടി കൂട്ടാനൊക്കെ നമുക്ക് ബി ഉപയോഗിക്കാൻ പറ്റും. എയ്ത്തൊന്ന് കട്ടി കൂട്ടാനൊക്കെ പറ്റും. പിന്നെ ഇറ്റാലിക് ഒക്കെ നമുക്ക് ഇറ്റാലിക് എയ്ത്തൊക്കെ ഒന്ന് ഇറ്റാലിക് ആണെങ്കിലും ഒന്ന് ചെരിക്കാനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നീടുള്ളത് നമ്മളെ ഓരോ ഫോണ്ടുകളാണ്. നമുക്ക് നമ്മുടെ എയ്ത്തിനെ ഓരോ മനോഹരമായ എയ്ത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഫോണ്ടുകൾ അനിവാര്യമാണ്, ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ പുതിയ ഫോണ്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ആപ്ലിക്കേഷനിലുള്ള ഫോണ്ടുകൾ ഉണ്ടാവുള്ളൂ. പുതിയ ഫോണ്ടുകൾ നമ്മൾ തരും, നിങ്ങൾക്ക് സമ്മാനമായിട്ട് നമ്മൾ തരും, ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. ഇതിലുള്ള നല്ല ഫോണ്ടുകൾ വെച്ച് നമുക്ക് നമ്മളെ എയ്ത്തുകൾ മനോഹരമാക്കാൻ പറ്റും. മലയാളത്തിന്റെ ഓരോ ഫോണ്ടുകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ സമ്മാനമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിലുള്ള ഫോണ്ടുകൾ വെച്ചിട്ട് നമുക്ക് ഇത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. പിന്നെ എഫക്റ്റുകൾ നമുക്ക് വലിയ കാര്യങ്ങളില്ല. ETC ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കുക. ഇതിപ്പോൾ നമുക്ക് നമ്മളെ ലൈന് നമ്മൾ എഴുതിയ എഴുത്ത് വലത്തേ ഭാഗത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഇടത്തേ ഭാഗത്തേക്ക് ആക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, സെൻറ്റർക്ക് ആക്കുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കണം. ഓക്കെ.